എല്ലാവർക്കും നമസ്കാരം. സിക്കിമിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ തീസ്റ്റ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ഒഴുകുന്നതാണ് തീസ്റ്റ നദി. അപ്പോൾ ഇന്ന് തീസ്റ്റ നദിയുടെ തീരത്താണ് നമ്മുടെ നൈറ്റ് കുക്കിംഗ്. നദിയുടെ അക്കരെ കാണുന്നതാണ് തീസ്റ്റ ബസാർ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതേ ഒരാൾ ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ ഗിരിഗിരിയായി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായി? സവോള അരിഞ്ഞ് തീരുമെന്ന് പറഞ്ഞു, ചിക്കൻ വെച്ച് തീരുമെന്നല്ല. എന്ത് അസിസ്റ്റന്റ് അവിടെ? അസിസ്റ്റന്റ് അടുത്ത പരിപാടിക്കായിട്ട് അകത്തോട്ട് കയറിയേ പോവാ. പിന്നെ രാത്രി കണ്ണാടി ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ണ് നിർന്നുണ്ട്. ഇത്ര സവോള അരിഞ്ഞ എന്റെ കണ്ണ് കയറിയില്ല. സവോള അരിയുന്ന ആളും പൊളിച്ച ആളും ഒന്നും കണ്ണാടി വെക്കുന്നില്ല. ഒരാൾ ഇവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പം കുക്കിംഗ് ഇന്ന് വണ്ടിക്കകത്ത് വെച്ചാണ്. പക്ഷെ സവാളയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരുന്നതുകൊണ്ടും ഇതുപോലെ കണ്ണ് നിറയെ കുറേ ആൾക്കാരകത്ത് ഇരിക്കുന്നതുകൊണ്ടും വെളിയിൽ വെച്ച് സവാള അരിയാൻ തീരുമാനിച്ചു. സവാളയൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ കഴുകുന്നുള്ളോ? കുറച്ച് ചിക്കൻ എനിക്ക് കുഞ്ഞിക്കിലേക്ക് ഒരു ചെറിയ പരീക്ഷണം ഉണ്ട്, അതിനുവേണ്ടി മാറ്റിയേക്കണേ. അത് പരീക്ഷിച്ച് കഴിയുമ്പോൾ പറയാം. പേരൊക്കെ അപ്പോഴേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഈ ട്രിപ്പിൽ ഫുള്ള് കൊച്ചച്ചാട ചിക്കൻ കറി മട്ടൻ കറി ഒക്കെ ആയിരുന്നു. അപ്പം ഒരു ചേഞ്ച് വേണം. ഞാൻ നാട്ടിൽ നിന്ന് വന്നോണ്ടല്ലോ, എന്റെ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി മാത്രം അന്നേരം ഇത് കഴിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കി എനിക്ക് വീട്ടിൽ നിന്നപ്പോ. അല്ല ഒരു കാര്യം, കൊച്ചച്ച നന്നായിട്ട് കുക്ക് ചെയ്യും. ഉണ്ണിച്ചേട്ടൻ ആ ചേരുവകളൊക്കെ ഒന്ന് മാറ്റി പറഞ്ഞെടുത്താൽ മതി. അല്ല വേറെ കാര്യമുണ്ട്, കൊച്ചച്ച നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ല. അല്ല ഇവർക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊടുക്കണമായിരുന്നു. എന്ന് നല്ല സാധനം ഉണ്ടാക്കി കൊടുക്കുക. കടയിൽ വേണ്ട, നമ്മള് നല്ല സാധനം വെച്ചുണ്ടാക്കി കൊടുക്കുന്നോണ്ടാ കുഴപ്പം. ഒരു ചേഞ്ച് അല്ലേ ആഗ്രഹിച്ചുള്ളൂ. അതെ എടാ എന്തോ നമുക്ക് തുടങ്ങിയേക്കാം പരിപാടി. തുടങ്ങിയേക്കാം. അപ്പൊ ഇന്ന് മുത്ത് പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ, ഉണ്ണിച്ചാന്റെ ഐഡിയക്ക് നമുക്ക് ചേഞ്ച് മാറ്റി പിടിച്ചേക്കാം. മുളക് പൊടിക്ക് മുളക് പൊടി അല്ലേ ഇടാൻ പറ്റൂ. അതെ. അല്ല എന്നാലും അല്ലെ കൈപ്പുണ്യം വ്യത്യാസം ഉണ്ടോ നോക്കാം. വ്യത്യസ്തമായ രീതിക്ക് വെക്കാം. ആയിക്കോട്ടെ. അപ്പൊ സാധനങ്ങളെല്ലാം ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. ചിക്കൻ കഴുകി മറ്റേ സവോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേണോ? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. ഈ ചിക്കൻ കറി തേൻ ഒഴിച്ചെന്തെങ്കിലും പരീക്ഷണം ഉണ്ടോ? ഇല്ല. അപ്പോഴേ ഞങ്ങള് കുറച്ച് ബീൻസും പിന്നെ കുറച്ച് കഴിഞ്ഞ ദിവസം മേടിച്ച് ക്യാരറ്റും ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ അരിഞ്ഞ് മെഴുക്കുരുട്ടി വെക്കണം. പിന്നെ നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി, ദോശ, ചമ്മന്തി അല്ല സാമ്പാർ, അതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുക. അപ്പം അകത്തേം പുറത്തേം കിച്ചൺ ഓപ്പൺ ആക്കേണ്ടി വരുമല്ലോ. വരും. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. ഒരു ഗ്യാസ് കുറ്റിയേ ഉള്ളൂ. അയ്യോ, 2 കുറ്റിയും കൊണ്ട് വന്നാൽ 1 കുറ്റി തീർന്നു. 5ന്റെ 2 കൊണ്ടുവന്നേ, ഒരെണ്ണം തീർന്നു. വേറെ ഒരെണ്ണം കിട്ടിയില്ല. വേറെ നോക്കിയിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ട് കിട്ടിയില്ല. പമ്പിൽ ഇരിപ്പുണ്ടായിരുന്നു, അവർ തന്നില്ല. പുത്തൻ ഫാമിലിന്റെ വെസ്റ്റ് ബംഗാളിലെ തീസ്റ്റ നദിയുടെ തീരത്തുള്ള കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതന്നെ കൂർക്കയോ? ഇത് കൂർക്കയല്ല, അന്ന് മേടിച്ച് ഉരുളക്കിഴങ്ങ്. എവിടുന്നാ? ചിറാപ്പുഞ്ചിന്ന് മേടിച്ച്. ചോട്ടാലു. അത് അമ്മയ്ക്ക് ശലം പുഴുങ്ങി കൊടുക്കും. കിഴങ്ങ് അത്ര ഇഷ്ടമല്ലേ? ഇന്നലെ ബിരിയാണിയുടെ കിട്ടിയ പുഴുങ്ങി കഴിച്ചായിരുന്നു ഉരുളക്കിഴങ്ങ്. നാളെ രാവിലെ കുറച്ച് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാന്ന് ഓർത്തുകൊണ്ട് കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അരി ഉഴുന്നും ഒരു 1/2 സ്പൂൺ ഉലുവായും കൂടെ ഇട്ടിരുന്നേ. അതൊക്കെ കഴുകി ഇട്ടിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഇച്ചിരി ചോറും കൂടെ ഇടണം. റെഡി ടു മിക്സ് പരിപാടി എല്ലാം നിർത്തിയോ? അത് നിർത്തി. ദോശ അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. അതെ. ഇവിടെ തണുപ്പായതുകൊണ്ട് രാവിലെ ഇത് നല്ലപോലെ പൊങ്ങി വരുമെന്നും അറിയത്തില്ല. ഇല്ലില്ല, ഈ വണ്ടിക്കകത്ത് തണുപ്പുള്ളൂ, വെളി ചൂടാ. ആണോ? ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയില്ലായിരുന്നു. ചൂടുണ്ട്, വലിയ കുഴപ്പമില്ല. പകുതി സാധനം ഞാൻ എടുത്ത് മാറ്റി. മൊത്തം ഇട്ടപ്പോഴത്തേനും നിറഞ്ഞു, ചോറും കൂടെ ഇട്ടപ്പോഴത്തേനും. അപ്പൊ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. എണ്ണയൊക്കെ ചൂടാ, നമുക്ക് കടുക് പൊട്ടിക്കാം. മെയിൻ ഷെഫ് ഒന്നും മിണ്ടുന്നില്ല. എന്നാറിയോ, എനിക്ക് കിച്ചണുമായിട്ടുള്ള ഒരു കൈവഴക്കം വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ തന്നെ എല്ലാം ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ചെവി പറഞ്ഞു കൊടുക്കും സംഭവം എന്താ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അത്രേ ഉള്ളൂ. പുറത്ത് പറയത്തില്ല, രഹസ്യം. ശാലം കരിയാത്ര കൂടെ പൊട്ടിച്ചേക്കാം. കരിയാത്ര നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ കൊണ്ടുവന്ന അല്ല, ഇന്നലെ കൊണ്ടുവന്ന. അടുത്ത നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിട്ട് വഴറ്റിയെടുക്കാം. ആ കൂടെ തന്നെ നമുക്ക് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് വഴന്നു കിട്ടും. ഇതിന്റെ ചിക്കൻ കറിയുടെ ആരാധകനായി മാറി. എന്നാന്നറിയോ, ഒരു വലിയ കഥയാ.
അതായത് ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരുന്ന സമയത്തെ ആ, കിണറൊന്ന് തേകിയാൽ കൊള്ളാന്ന് പറഞ്ഞു. കയറി താമസിക്കാറായി. ആ, അപ്പം കിണർ തേകിയേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആളെയൊക്കെ വിളിച്ചു. ഒരു ഞായറാഴ്ചയായിരുന്നു. ഇവനൊരു 10 മണിയായപ്പോൾ എന്നെ വിളിച്ചു. എന്നാ പരിപാടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കിണർ തേക്കാൻ ആൾ വന്നു, അവിടെ നിൽക്കുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടിയെ വന്നിച്ച് നമുക്ക് ചിക്കൻ മേടിച്ചേക്കാം, അടിപൊളിയായിട്ട് എല്ലാവർക്കും കൊടുക്കത്തില്ലായിരുന്നു. അപ്പോഴത്തേനും എന്നാ വെച്ചാൽ 3-4 പേരെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അയലോക്കത്തും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വന്നു. സുഹൃത്തുക്കളെല്ലാം വന്ന് എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 ചിക്കൻ മേടിച്ചു. ആ. എന്നിട്ട് അന്ന് വീട് പണി പൂർത്തിയായില്ല. ലോറി കിടപ്പുണ്ടേ, ലോറിയുടെ പുറകെ അതിൻ്റെ സ്റ്റൗവൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി. പക്ഷെ കുഴപ്പം പറ്റിയ എവിടെയാണെന്നറിയോ? അത് കിണർ അതിനകത്ത് ഇറങ്ങി തേകിയില്ലേ, തേകിയ ആൾക്കാർക്ക് അന്നത്തെ കാലത്ത് 1500 രൂപയേ ഉള്ളൂ. ചിക്കൻ 5 എണ്ണം മേടിച്ചു, സവോള ഇതെല്ലാം കൂടെ മേടിച്ചതിന് എനിക്ക് 10,000-3000 രൂപയായി. അന്ന് അവൻ്റെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ആദ്യമായിട്ട് അറിയുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. അതേ തുടങ്ങിയതാ. പിന്നെ ഒത്തിരി ചിക്കൻ ഇങ്ങനെ ചട്ടിക്കകത്തൂടെ കയറി ഇറങ്ങിപ്പോയി. അതിൽ ലാസ്റ്റത്തെ ചിക്കനായിപ്പോയി ഇത്. അല്ല ഇന്നത്തെ സവോളയൊക്കെ കുറച്ച് വരുന്നത് നമുക്കേ കുറച്ച് തേങ്ങാക്കത്തോട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, പകരം ക്രഷ്ഡ് ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ആരാ അപ്പം മെയിൻ കുക്ക് ആരാ? ഞങ്ങളെല്ലാം ആര്? കയ്യാള്. ആ മെയിൻ കുക്ക് പറയുന്ന അനുസരിച്ച് അവളെ ഇവന്റെ ചിക്കൻ തിന്നാനായിട്ടാണ് വന്നേക്കുന്നത്. അല്ല ഇന്നിപ്പം ഒന്ന് ക്ഷമിക്ക്. നാളെ ഞാൻ രാജിവെക്കും. ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പിള്ളേരെ ഓർപ്പിച്ചു. അതെ. ഫ്രഷ് ചില്ലി ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പൊ ഇതിനകത്ത് ഈ മല്ലിപ്പൊടി ഒന്നും വേണ്ടേ? ഉണ്ട്. എല്ലാം ഉണ്ട്. ഉണ്ട്. മുളക് പൊടി മാത്രം ഇടുന്നില്ല. മുളക് പൊടി മാത്രം. ആ നോക്കാം എങ്ങനെയാന്ന്. എന്നും ഈ ചില ചിക്കൻ കറിയല്ലേ ഇല്ല രാജേഷിന്റെ? ആ അല്ല അങ്ങനല്ല, അത് ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ്. മല്ലിപ്പൊടി ഇട്ട് ചിക്കൻ മസാല ഇട്ടു. ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം. അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ ഇങ്ങനെ മെയിൻ കുക്കുമാര് ലാസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയുള്ളൂ. കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും. ആ എനിക്ക് ഉള്ള പ്രശ്നം എന്താ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, എനിക്ക് ആ കിച്ചണുമായിട്ടൊന്ന് യോജിച്ച് വെക്കണം. ഞാൻ ചെയ്യായിരുന്നു. ആണോ? ആ എനിക്ക് അത് നമ്മുടെ വീട്ടിൽ ചെയ്ത് പെട്ടെന്ന് ഇതിനകത്തോട്ട് വന്നപ്പോഴേ ചെറുതായതുകൊണ്ടുള്ള ഒരു ചെറിയ കിച്ചണായ ഇത് കുറവ്. അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ബാക്കി ചിക്കൻ എന്ത് കുറച്ചാണല്ലോ. ബാക്കി അത് കഴുകി വെച്ചപ്പോൾ വേറൊരു പാത്രത്തിലേക്കാണ് വെച്ചത്. അതുകൂടി ഇപ്പോൾ ഇടാം. ആ ബീൻസേ മെഴുക്കുവരട്ടി വെക്കാൻ അരിയുന്നത്. ഇത് ഇന്ത്യ നേപ്പാളും കൂടാ. 2 ടൈപ്പ് ബീൻസ് ആണോ? ഇത് മേഘാലയൻ. ആ ഇതിലെ മണ്ടയിലത്തെ ഇതുണ്ട്. ഇതെല്ലാം മേഘാലയയിലെ. ആ ഇത് നേപ്പാളിലെ. ഇന്നിവിടെ 3 സെറ്റ് കുക്കിങ്ങാണ് നടക്കുന്നത്. അതെ അതെ. ഏ അതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. ഒരു സെറ്റ് അടുപ്പ വെച്ചിട്ട് അകത്ത് അങ്ങോട്ട് ക്യാബിനിലേക്ക് പോയേക്കാം. ഇന്ന് എപ്പോൾ കഴിച്ചിട്ട് കിടക്കുമെന്ന് അറിയത്തില്ലെന്നോ. അത് പറയാൻ പറ്റിയല്ല. ഇതിപ്പോൾ ചിക്കൻ ഇപ്പോൾ ഉടനെ ആവും, അരമണിക്കൂർ. അരമണിക്കൂറൊന്നും അല്ല. നീ ഇവരുടെ ഇത് എന്തൊക്കെ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. വേണ്ടേ? നിങ്ങൾ ഈ അടുപ്പൊന്ന് ഒഴിഞ്ഞ് തന്നാ മതി പെട്ടെന്ന്. ഒരടുപ്പ് അവിടെ ഫ്രീയാ. ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുള്ളൂ. 3 മാഷ്ഡ് പൊട്ടറ്റോയും ഒരു ഹണി ഗാർലിക് ചിക്കൻ. ഒരടുപ്പ് എനിക്കും വേണം. അതെങ്ങനെ വെക്കണ്ടേ? ആ പാടെ 2 അടുപ്പേ ഉള്ളു അവിടെ. പിന്നെ 2 അടുപ്പ് വെളിയിലാണ് ഉള്ളത്. പക്ഷെ അതിന് ഗ്യാസ് ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഇൻഡക്ഷൻ ഉണ്ട്. ഇൻഡക്ഷനെ വേണ്ട, നിങ്ങൾക്ക് ഇൻഡക്ഷൻ മതിയോ? വെക്കാൻ പാത്രം എടുത്തോ? ഇല്ല ഇല്ല. അതാ ഇല്ലേ ഇൻഡക്ഷൻ വേണ്ടതില്ല. ഇല്ല ഞാനാണല്ലോ ഇൻഡക്ഷനിൽ പോയത്, എനിക്ക് കുഴപ്പമില്ല. ആ അതിനുള്ള പാത്രം എടുത്തില്ല. ഇല്ല അത് ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ. അതെ നമുക്ക് അടുപ്പാണ് ഇഷ്ടം. ഇൻഡക്ഷനൊക്കെ എന്നാ വന്നത്, അതിലൊന്നും വെച്ചാൽ ടേസ്റ്റ് ഇല്ല. ഇനി വിറക് കത്തിച്ച് വെക്കാണ് ഏറ്റവും ഇഷ്ടം, അതായിരിക്കും. അതെ അടുപ്പിലൊക്കെ വെച്ചിട്ട് പോയിട്ട് മാംഗോക്ക് ഏറ്റവും വന്നിട്ടുണ്ട്. എങ്ങനെ അറിയോ പിന്നെ ഇത് വരണ്ടേ? ആ അല്ല നോക്കണമല്ലോ, നമ്മുടെ ശ്രദ്ധശാലം കുറഞ്ഞാൽ പിന്നെ അല്ലേ അതിനല്ലേ പേര് ദോഷം കിട്ടും. അതെ. അപ്പം നമ്മൾ ഹണി ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം സാധാരണ ഹണി ഗാർലിക് ചിക്കൻ അല്ലേ, തട്ടിക്കൂട്ട് ഹണി ഗാർലിക് ചിക്കനാണ്. കാരണം എല്ലാ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഇപ്പം നമ്മൾ ചിക്കൻ കുറച്ച് നേരം മുന്നേ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് പുരട്ടി വെച്ചായിരുന്നു. അപ്പം അതിപ്പം മാവിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി. മൈദയാണോ? മൈദ.
അധികം പരിപാടികളൊന്നും ഇല്ല. ഇനിയിപ്പോ ഇത് കുറച്ച് ബട്ടർ ഒലിവ് ഓയിലും കൂടി ഇട്ടിട്ട് അതില് ഫ്രൈ ചെയ്തെടുക്കും. എണ്ണക്കകത്ത് വറക്കും? എണ്ണക്കകത്ത് വറക്കും. അത് ഒലിവ് ഓയിലിനകത്ത് വറക്കുന്നത്, മറ്റേ നമ്മുടെ എണ്ണക്കകത്തല്ല വറക്കുന്നത്, വെളിച്ചെണ്ണക്കകത്തല്ല. എന്നിട്ട് അത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കുറച്ച് തേനും ഇട്ട് പിന്നെ തേൻ ഒഴിക്കല്ലേ ചെയ്യുന്നത്? തേൻ ഒഴിക്കുക. തേൻ ഒഴിച്ച് കുറച്ച് ക്രഷ് ചെയ്ത മറ്റേ ഇടിച്ച മുളകിടും. ഇടിച്ച മുളകും പിന്നെ എന്താ പറയുക കുറച്ച് ബട്ടറും, അത്രേ ഇടുന്നുള്ളൂ. ബാക്കി സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. കുറച്ച് വിനാഗിരിയും സോയാ സോസും ഒക്കെ ഒഴിക്കും. സോയാ സോസ് ഒന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉള്ളൂ. പക്ഷെ ടൊമാറ്റോ സോസ് ഇടുന്നില്ല, പിന്നെ മധുരമായി പോകും. അപ്പം നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഉടനെ എങ്ങാനും ആവുമോ? ഇത് പെട്ടെന്നാവും. ഈ ഗ്യാസ് ഒന്നും ഒഴിയാത്തതുകൊണ്ടാണ് ഇത്ര നേരം സമയം എടുത്തത്. അല്ല, ഒരു അടുപ്പ് കാലിയാണല്ലോ. അത് ഞങ്ങളുണ്ടല്ലോ കിഴങ്ങ് സ്മാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോയി. അപ്പൊ കിഴങ്ങ് ഇത്ര നേരം ഇരുന്ന വേവ് ആയിരുന്നു. അതെന്തിനാ കിഴങ്ങ്? കിഴങ്ങ് നമ്മൾ ചുമ്മാ മാഷ്ഡ് പൊട്ടറ്റോസ് ചുമ്മാ കിഴങ്ങ് ഇങ്ങനെ നമ്മൾ പുഴുങ്ങി, അപ്പൊ പുഴുങ്ങി ഞാനത് ഇതാക്കി പുഴുങ്ങിയിട്ട് നമ്മളത് ഉടയ്ക്കും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ. ഉടച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട്, ബട്ടറും പിന്നെ ഒന്നെങ്കിൽ പുഴുങ്ങി ആ വെള്ളം തന്നെ നമുക്ക് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് പേസ്റ്റ് പോലെ ആവണം. അപ്പം വേണേൽ ആ പുഴുങ്ങിയ വെള്ളം തന്നെ കുറച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പാല് ചൂടാക്കി ചൂടുപാൽ ഒഴിച്ചു കൊടുക്കാം. ചൂടുപാലൊന്നും ഇപ്പൊ പോയില്ല, ഞാൻ ആ വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തത് പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതും ഇതും കൂടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓ അത് ശരി. എന്നാ പിന്നെ അമ്മയ്ക്ക് ഒരു ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കിഴങ്ങുള്ളതുകൊണ്ട് അച്ഛമ്മക്ക് ഇഷ്ടപ്പെടും. അസിസ്റ്റന്റ് പാത്രം എല്ലാം കഴിയുന്ന പാത്രം എടുത്തെടുത്ത് കൊടുക്കും, അപ്പൊ തന്നെ കഴുകി വെച്ചേക്കും. അസിസ്റ്റന്റ് എനിക്ക് അവിടെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് നല്ല കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ അറിയാലേ? വെറുതെ സമയം കിടക്കുക, അതുകൊണ്ടാ. വേറെ പണിയൊന്നുമില്ല. ഇനി എന്നാ പണിയെന്ന് വെച്ചാൽ പാത്രം കഴിക്കുമോ? അപ്പൊ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു, അതിലോട്ട് ഇത്തിരി ബട്ടറും കൂടെ ഇട്ടു. നമ്മുടെ കയ്യിൽ പാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചട്ടിക്കകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് വാർത്ത ഇതിലും എന്നാ നല്ല ടേസ്റ്റാ. അത് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. ഒറ്റ ട്രിപ്പിൽ തീരുകയല്ലോ. ഒറ്റ ട്രിപ്പിൽ കൊള്ളിക്കാം. കൊള്ളുകയല്ല. അല്ല, ഇത് രണ്ടായിട്ട് ഇടാനല്ലോ, ഒന്നിച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോഴേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എങ്ങനുണ്ട്? എന്തേലും കുറവുണ്ടോ? അതാണോ കുറവ്? എന്താണ്? കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. മല്ലിയില ഇടണം. അതാ ശരിയാ, കറക്റ്റാ. മല്ലിയില ഇടാറുണ്ട്. അല്ല, അത് വാങ്ങുമ്പോഴാണ് ഇടുന്നത്. അതെ, കത്രി ഉള്ളതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അല്ല വലിച്ചു പറിച്ചിടുക സാധാരണ പതിവ്. 3 ഇഞ്ച് 3 ഇഞ്ച് നീളം. ആയിക്കോട്ടെ. ഓഫ് ചെയ്തിട്ടേ വെളിച്ചെണ്ണ കഴിക്കാവുള്ളൂ. സ്റ്റൗ ഓഫ് ചെയ്തിട്ടേ വെളിച്ചെണ്ണ ഒഴിക്കാവുള്ളൂ. എല്ലാ ആശാൻ പറയുന്ന പോലെ അറിയാവൂ. കറി വാങ്ങി വെച്ചോ. എന്നിട്ട് അടുത്ത അടുപ്പ് ഒഴിവാക്കി കൊടുക്ക്. അടുത്ത ആള് കയറട്ടെ. അതെ, അടുത്ത ഷിഫ്റ്റ്. ഇന്നും വെറൈറ്റി ദോശയാ. ആണോ? എന്നാ ദോശയാ? റാഗിയുടെ ദോശ അല്ലേ? റാഗിയുടെ ദോശയും പിന്നെ ബ്രെഡുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചോറുണ്ട്, പിന്നെ മുത്തിന്റെ സ്പെഷ്യൽ ചിക്കൻ ഉണ്ട്. അതിന്റെ പേരെന്നായിരുന്നു? ഹണി ഗാർലിക് ചിക്കൻ. പിന്നെ സ്മാഷ്ഡ് പൊട്ടാറ്റോ. അതെ അച്ചമ്മയ്ക്കോട് കഴിച്ചേക്കാം. വിളമ്പിക്കോ. അപ്പൊ ആദ്യം ആശാൻ തന്നെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, അത് ആശാനെ വെച്ച് തന്നെ പരീക്ഷിക്കാം. അതെ. ചോറ്, ചിക്കൻ കറിക്ക് ഇച്ചിരി ചാറ് കുറഞ്ഞു പോയി അല്ലേ? അതെ. ചിക്കൻ കറി, ബ്രെഡ്, ദോശ. ചിക്കൻ അങ്ങോട്ട് കുഞ്ഞിക്കിളി വേറെ ടേസ്റ്റാണോ? എരിവുണ്ടോ? എന്നാലും ടേസ്റ്റ് അത്ര എരിവൊന്നുമില്ല. അതെ, മുളക് പൊടി ഇട്ടിട്ടൂടെ ഇല്ല. ഇടിച്ച മുളകാ?
ഏയ് കുരുമുളകിൻ്റെ അരുവ. അതെ. ഈ കുരുമുളക് പിന്നെ ഇട്ടായിരുന്നു. ഇല്ല, എല്ലാ ആശാൻ പറഞ്ഞ അത്ര പാകത്തിനേ ഇട്ടിട്ടുള്ളൂ. ആശാൻ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അണ്ണും ഇട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയല്ല. ഒരടി അങ്ങോട്ടോ ഒരടി ആ. ഇങ്ങോട്ടോ. എപ്പോഴും ഇങ്ങനെ ഒന്ന് കണ്ടെച്ചാ മതി. എനിക്ക് വരത്തില്ല കേട്ടോ ഇത്. ഞാനുണ്ടാക്കിയ ഞാനാ ഇതിന്റെ അകത്ത് ചെറിയൊരു പണി പറ്റിപ്പോയി. കുഴപ്പമില്ല. അല്ല ടേസ്റ്റ് പാൻ വേണമായിരുന്നു. അപ്പൊ എനിക്കിത് മര്യാദക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ചട്ടി കൊണ്ടുവന്നത് ചട്ടിക്കകത്തിട്ടൊക്കെ ഇതുണ്ടാക്കുന്നത്. ചട്ടിക്കകത്ത് ഇപ്പൊ ഇത് ഉണ്ടാക്കാന്ന് മനസ്സിലായില്ലേ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒരു പൈസ തുടങ്ങിയിട്ട് ആഹാ അല്ല നല്ല. ഒരു കുഴപ്പമില്ല. അതെ, അതെ, മുത്തിന്റെ സൂപ്പർ. ചെറിയൊരു ഉൾപ്പയം ഉണ്ടായിരുന്നു മുത്തിന്. അവരുടെ അതുകൊണ്ടാ ചൂടായതല്ലേ. കുഴപ്പമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇച്ചിരി ഡ്രൈ ആയി, അത്രേ ഉള്ളൂ. ആ, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഡ്രൈ പിന്നെ കരിഞ്ഞാന്. ഒരു ചെറിയ ടിപ്പൂടെ വേണം ഞാൻ പറഞ്ഞേക്കാം. വെളുത്ത എള്ളു ഇതിന്റെ മേളിൽ കൊടുക്കും. എള്ളോ? എല്ലാം അറിയാം, ഇതൊന്നും ഇവിടെ ഇല്ല, അതാണ് പ്രശ്നം. ആ അതെ. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. എനിക്ക് നാടനൊക്കെ അറിയത്തുള്ളൂ. അതെ, ഈ മാഷിന്റെ അത് കുറച്ച് ഉപ്പും ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ഇട്ടതിനാ. ഞാൻ പറഞ്ഞ ഈ വറുത്തേനകത്ത് അതല്ല, എനിക്കൊരു വറുത്തേന്റെ മേളിൽ കൂടി നമ്മള് ഇത് കഴിക്കാനായിട്ട് കൊടുക്കുമ്പോ എള്ളിങ്ങനെ വെളുത്ത എള്ളു കയറും. അല്ല ഇതിനകത്ത് എനിക്ക് വേറൊരു അഭിപ്രായങ്ങളുണ്ട്. ഒരു ദിവസം കിച്ചൺ മുത്തിന് വിട്ടു കൊടുക്കണം. മുത്ത് ഇതുപോലെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കും, റെഡിയാക്കി തരും. അതെ, എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ചു തരാം, ഒരു കുഴപ്പമില്ല. അല്ല, അവസരം കൊടുക്കണം നമ്മൾ. അപ്പോൾ ഇത് മുത്തിൻ്റെ സ്പെഷ്യൽ എന്നായിരുന്നു? ഹണി ഗാർലിക് ചിക്കൻ. ഹണി ഗാർലിക് ചിക്കൻ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പാത്രവും കൂടെ കഴുകി അടുക്കളയും കൂടെ ഒതുക്കിയാലേ പണി തീരത്തുള്ളൂ. പിന്നെ വിരി വെക്കാം. ആ അതെ, ഒരാള് എന്നാ പണിയുള്ളതെന്ന് നോക്കി നിൽക്കുന്നേ. അതല്ല, വിരി വെക്കാൻ റെഡിയായിട്ടാ. നിപ്പ് കണ്ടില്ലേ? അത് മനസ്സിലായില്ലേ ഇത് എന്തിനുള്ള പുറപ്പാടാന്നുള്ളത്. ദാമിക്കുട്ടി എണീറ്റില്ല. ദാമിക്കുട്ടി ഉറക്കം വിളിച്ചിട്ടൊന്നും എണീറ്റിക്കല്ല. എന്നാൽ പിന്നെ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.